ഈ വീഡിയോ രാവിലെ കാണുന്നവർക്ക് ഗുഡ് മോർണിംഗ്, ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ, രാത്രി കാണുന്നവരാണെങ്കിൽ ഗുഡ് ഈവനിങ്. അപ്പോഴേ ഞാനും നമ്മുടെ കൃഷ്ണനുമായിട്ട് ഒരു സ്ഥലം വരെ പോവുകയാണ്. എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിന്നൊരു ചെറിയൊരു ബൈക്ക് വാങ്ങിച്ചു. അത് ചെറിയ ബൈക്ക്, വലിയ മറ്റേ സൂപ്പർ ബൈക്കൊന്നുമല്ല, ഒരു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആ മോഡൽ, അതിങ്ങനെ വാങ്ങിച്ചതാണ്. അതിൻ്റെ ജയവും പരാജയവും ഒന്നും അറിഞ്ഞുകൂടാ. അത് വാങ്ങി ഉപയോഗിച്ച് നോക്കുമ്പോഴേ അറിയാം. ഒരുപാട് പേര് എൻ്റെ അടുത്ത് എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതല്ലല്ലോ, നമുക്ക് ഒരു പ്രോഡക്റ്റ് നമ്മളെ ഉപയോഗിച്ച് നോക്കി അതിൻ്റെ അനുഭവം മനസ്സിലാക്കിയാലേ നമുക്കത് കറക്റ്റാണ്. അത് എന്താണ് അതിനെക്കുറിച്ച് നമുക്ക് വിലയിരുത്താൻ പറ്റും. പലരും പല രീതിയിൽ ഉപയോഗിക്കുകയല്ലേ. അപ്പോൾ വേറെ ഒന്നുമില്ല, ബൈക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജാവയുടെ 42 ബോബർ എന്ന് പറയും. ജാവയുടെ പെരാക്ക് എന്ന് പറഞ്ഞിട്ട് ആദ്യം ഇറങ്ങിയ ഒരു മോഡലിൻ്റെ കുറച്ച് അപ്ഗ്രേഡഡ് വേർഷൻ 42 ബോബർ. അപ്പോൾ ആ വണ്ടി എനിക്ക് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഡിസൈൻ. കാര്യം ഞാൻ മുമ്പ് ഹാർലി ഡേവിഡ്സൻ്റെ 48 ഉപയോഗിച്ച ആളാണ്. അപ്പോൾ ആ 48 ആ ഒരു സിംഗിൾ സീറ്റും അതിൻ്റെ ലുക്കും എല്ലാം ഏതാണ്ട് അതുപോലെ വരുന്നത് ബോബർ മോഡൽ വണ്ടിയാണ്. ബോബറാണ്. ബോബർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ മിക്കവാറുമുള്ള ഒരുപാട് കമ്പനിയിൽ ഇറക്കിയിട്ടുണ്ട്. ട്രയംഫിൻ്റെ ബോബറുണ്ട്. പിന്നെ അതുപോലെ ഹാർലി ഡേവിഡ്സൻ്റെ 48 ഏതാണ്ട് അതേ മോഡൽ തന്നെയാണ്. അപ്പം ഇങ്ങനെ പിന്നെ ഇന്ത്യൻ്റെ ഒരു ബോബറുണ്ട്. അപ്പോൾ ആ രീതിയിൽ എനിക്കത് ഇഷ്ടപ്പെട്ടു. എനിക്കത് ഭയങ്കര ആ മോഡൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വണ്ടി എടുക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ പോയി. അപ്പോൾ നമ്മൾ ഈ സൂപ്പർ ബൈക്കുമായിട്ടുള്ള ബന്ധവും പിന്നെ അങ്ങനെയുള്ള ഒന്നും അവിടെ പറഞ്ഞില്ല. വളരെ നോർമലി ഒരാൾ ചെല്ലും പോലെ പുതിയതായിട്ട് ചെന്നു. ഞാൻ ഒന്ന് വണ്ടി ഓടിച്ച് നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. അപ്പോൾ പൊതുവേ ഈ ജാവയുടെ സർവീസിനെ കുറിച്ച് കുറച്ച് കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതെല്ലാം അവർ മാറ്റി നല്ല രീതിയിലാക്കി എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. നോക്കാം. ഒന്നും ഒരു അനുഭവം കിട്ടാതെ വിലയിരുത്താൻ പാടില്ല. കാര്യം അവർ ചിലപ്പം 100 പേരെടുക്കുമ്പോൾ അതിൽ ഒരാൾക്ക് കംപ്ലയിൻറ്റ് വരുന്നതിനെ അയാൾ ഭയങ്കരമായിട്ട് അങ്ങ് പറഞ്ഞു പരത്തും. പിന്നെ അത് ആ കമ്പനിയും പ്രോഡക്റ്റിനും എല്ലാം ബാധിക്കും. നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതൊരു പരീക്ഷണം പോലെ ഞാൻ ആ വണ്ടി എടുക്കുകയാണ്. പോയി അന്ന് ഞാൻ ബുക്കിംഗ് ഒന്നും ചെയ്തില്ല. അവിടെ ഒരു പയ്യനുണ്ടായിരുന്നു, സ്വരാജ് എന്ന് പറഞ്ഞിട്ട്, നല്ല ഡീലാണ് പുള്ളിക്കാരൻ. എനിക്ക് ഭയങ്കര കാര്യമാണ് പുള്ളിയെ. അപ്പം അങ്ങനെ ആ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു ഞാൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ ആക്സിസ് ബാങ്കിലൊരു ലോണ് ശരിയാക്കി. മീൻസ് എനിക്ക് നേരത്തെ അവിടെ പരിചയം ഉണ്ടായിരുന്നു. അങ്ങനെ അത് ചെയ്തു. പിന്നെ ഓക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തു. നമ്മളിപ്പോൾ പോയി ആ വണ്ടി ഡെലിവറി എടുക്കുകയാണ്. യഥാർത്ഥത്തിൽ മെനഞ്ഞാന്ന് ഡെലിവറി തരാമെന്ന് പറഞ്ഞതാണ്. എനിക്ക് സമയം കിട്ടിയില്ല. അതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞ് ഇപ്പോൾ ബുധനാഴ്ച ഇന്ന് പോയി ഡെലിവറി എടുക്കുകയാണ്. അപ്പോൾ ഡെലിവറി എടുക്കുമ്പോൾ ഞാനും കൃഷ്ണനായിട്ട് പോകുന്നു. എനിക്ക് ചെറിയ തൊണ്ടവേദന ഉള്ളതുകൊണ്ട് തിരിച്ചിങ്ങോട്ട് ആ ബൈക്ക് ഓടിക്കുന്നത് ആരാണ്? കൃഷ്ണനാണ്. ഓഹോ, അതിൻ്റെ ഇടയ്ക്ക് താങ്ങി എനിക്ക്. അപ്പോൾ അങ്ങനെ കൃഷ്ണൻ ഓടിക്കാൻ വേണ്ടി ഞാനും കൃഷ്ണനായിട്ട് പോകുന്നു. ഇനി അവിടെ നമ്മുടെ അക്ഷയ് വരും. അക്ഷയ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ള എൻ്റെ വീഡിയോസ് നേരത്തെ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. വയനാട് വീഡിയോസിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പുതിയൊരാളുണ്ട്, റിയാസ് എന്ന് പറഞ്ഞിട്ട്, പുള്ളിക്കാരനും വരും. അപ്പോൾ നമ്മൾ 4 പേര്, നമ്മളെല്ലാം 5 പേര് ചേർന്നുകൊണ്ട് ആ വണ്ടിയിൽ നിന്ന് അവിടെ നിന്ന് എടുക്കും ഡെലിവറി. അപ്പോൾ നേരെ പോകുന്നു കഴക്കൂട്ട ഷോറൂമിൽ നിന്നാണ് എടുക്കുന്നത്. ഞാൻ 12 മണിയാണ് പറഞ്ഞത്. മണി 11:35. എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യം വരും, ലേറ്റാവും. എന്തെങ്കിലും വന്ന് വരും. അത് ഇന്നും വന്നു, ലേറ്റായി. അപ്പോൾ ഇത് ഇവിടുന്ന് എങ്ങനെയായാലും നിൽക്കുന്ന വെള്ളായണിയിലാണ്. അപ്പോൾ ഇവിടുന്ന് ഇനി അവിടെ എത്താൻ എങ്ങനെയായാലും 1 മണിക്കൂർ എടുക്കും. കാര്യം ബ്ലോക്കും ഒക്കെയാണ്. ബ്ലോക്ക് ഇല്ല എങ്കിൽ നമ്മളൊരു അരമണിക്കൂറിലെത്താൻ ചാൻസ് ഉണ്ട്. എന്തായാലും സ്പീഡിലൊന്നും പോകണില്ല, പതുക്കെ പോകണുള്ളൂ. കാര്യം അറിയാമല്ലോ, ഇങ്ങോട്ട് വന്നതാണെങ്കിലും തട്ടിത്തരും. അതും നമ്മുടെ തലയിലില്ല. അതുകൊണ്ട് അത്രയും സൂക്ഷിച്ചൊക്കെ നമുക്ക് പോയി ആ വണ്ടി എടുത്ത് ഇനി അവിടെ ഡെലിവറിയുടെ കാര്യങ്ങളും അവിടെ ഉള്ള കാര്യങ്ങളെല്ലാം ഞാനില്ലെങ്കിൽ പോലും കൃഷ്ണൻ ഷൂട്ട് ചെയ്യും. ഈ കൃഷ്ണനൊരു ചാനലുണ്ട് കേട്ടോ, പണ്ട് തുടങ്ങിയതാണ്. അതെന്തോന്ന്, ട്രിവാൻഡ്രം ഫുഡീസ്. ഇപ്പം ഇല്ല, അത് ഇൻസ്റ്റയിലായിരുന്നു. അത് പുള്ളിയുടെ സുഹൃത്താണ് ചെയ്യുന്നത്. നല്ല ഫോളോവേഴ്സ് ഉണ്ട്, ഏതാണ്ട് 50,000. ഇപ്പം എത്രയും 2.25 ലക്ഷം. 2.25 ലക്ഷം അത് നടത്തിക്കൊണ്ട് പോയിക്കൂടായിരുന്നു. 2.25 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണത്. ആലോചിച്ചോണം. ഇൻസ്റ്റയിൽ എനിക്ക് മാക്സിമം പോയ 1000-നകത്തേ ഉള്ളൂ. അത് ആലോചിച്ചോണം.
നമുക്ക് പലർക്കും അത്രേ ഉള്ളൂ. ഹരി എന്ന് പറയുന്ന നമ്മുടെ ഒരു പാർട്ണറും കൂടെ നമ്മൾ ചെയ്ത ഒരു സംഭവമാണ് തുടക്കത്തിൽ. അതിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആക്റ്റീവ് ആവുന്നതിന് മുമ്പ് നമ്മൾ ചെയ്ത സംഭവമാണ്. ഇപ്പോഴാണ് എല്ലാവരും ആക്റ്റീവായത്. നമ്മൾ കൊറോണയ്ക്കൊക്കെ മുമ്പേ നമ്മളൊരു ഫുഡ് ചാനലായിരുന്നു. അടിപൊളി. അപ്പോൾ കൊറോണ കാലത്ത് ഒരിടവും പോവാതെ ഫുഡ് അടിച്ച് ഹൈപ്പ് ഉണ്ടാക്കി. ഓക്കെ, ശരി. അപ്പോൾ ഇനിയിപ്പോൾ ചിലപ്പം കൃഷ്ണ ഇനിയിപ്പം വേറെയും പുതിയൊരു ചാനലുമായിട്ട് വരും ഇൻസ്റ്റയിൽ. കൃഷ്ണ നമുക്ക് തുടങ്ങിയല്ലോ. അപ്പോൾ നമ്മളൊരു ഇൻസ്റ്റയിൽ ഇപ്പം നിങ്ങളൊരു സംസാരിക്കുമ്പോൾ തന്നെ ഒരു ഐഡിയ വന്നു. ഇൻസ്റ്റയിൽ നമ്മൾ ഒരു ചാനൽ തുടങ്ങും, ഫുഡ് ചാനൽ. കംപ്ലീറ്റ് സ്പോൺസർ ഞാൻ ഫുഡ് കഴിക്കാൻ പോകട്ടെ. വീഡിയോ എടുത്തിട്ട് വേണം, പൈസ കിട്ടണമെങ്കിൽ അത് എനിക്ക്. പിന്നെ ഒരു പരസ്പര ധാരണയുടെ പുറത്ത് പകുതി പവൻ കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണ് കാര്യം. അപ്പം നമുക്ക് നേരെ പോവാം. ഇനിയിപ്പം റോഡിലെ കാഴ്ചകൾ കണ്ട് ഒരു 3/4 മണിക്കൂർ തള്ളിവിടാം. കുറച്ച് കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പം നമുക്കിപ്പോൾ കഴക്കൂട്ടത്ത് ഷോറൂമുണ്ട്. പിന്നെ കൈമനത്തൊരെണ്ണം ഉണ്ടായിരുന്നതിന് അവരിപ്പം റിനോവേഷൻ നടക്കുകയാണ്. അപ്പോൾ കഴക്കൂട്ടം ഷോറൂമിൽ നിന്നാണ് എടുക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മളവിടെ കൈമനം നീറമൺകരയിൽ നിന്ന് വണ്ടി എടുത്താനേ. അത് അവരുടെ വർക്ക് പൂർത്തിയായിട്ടില്ല. സർവീസ് സെൻ്ററിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഒടുവിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഷോറൂം ഒരിക്കലെന്തോ വന്നോളൂ, കറക്റ്റായിട്ട് അറിയില്ല ഇവിടെ എവിടെയാണ്. പോട്ട് നമ്മുടെ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ് പോട്ടെ. അപ്പം നമ്മളെത്തി. ഇത് ജാവ FD കണ്ടോ ഇവിടെ ലെഫ്റ്റിൽ. ഇതിൻ്റെ ഫ്രണ്ട് നോക്കിയാൽ നമ്മുടെ വണ്ടി അവിടെ മൂടി പുതച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ആ മൂടിയ ആ തുണിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് എടുത്തോണ്ട് പോകണം. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായി. ജാവ ബൈക്കിനെ സംബന്ധിച്ച് അത് പെട്ടെന്ന് എല്ലാവരും എടുക്കില്ല. ജാവ ബൈക്ക് എന്ന് പറയുന്നത് അത് ഈ ബൈക്ക് അത്രയ്ക്ക് സ്നേഹിക്കുന്ന ഒരു സെപ്പറേറ്റ് ഒരു കാറ്റഗറിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് ഇതെടുക്കുന്നത്. അപ്പം നോർമൽ ഒരു ബൈക്ക് ഇപ്പോൾ ഒരുപാട് ബൈക്കുകൾ ഇറങ്ങുന്നത് പോലെ ഇത് ഇറങ്ങില്ല. ഇതിന് വേണ്ടി ഒരാൾ വന്ന് ജാവ ഇഷ്ടപ്പെടുന്ന ആൾ വന്ന് എടുക്കണം. അപ്പോൾ ഇവർക്കിപ്പോൾ സർവീസ് എൻ്റെ വീടിൻ്റെ അടുത്ത് അവിടെ നീറമൺകര ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ഇതിൻ്റെ ഫസ്റ്റ് സർവീസ് ഇപ്പോൾ എടുക്കുന്നതിൻ്റെ ഫസ്റ്റ് സർവീസ് അവിടെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നോക്കാം. ഞാൻ ഈ ബൈക്ക് എടുത്തിട്ട് ഇതിൻ്റെ ഓരോ അപ്ഡേറ്റും ഞാൻ നിങ്ങൾക്ക് തരും. അതായത് വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ, വണ്ടിക്ക് മൈലേജ് എത്ര, വണ്ടിയുടെ പുള്ളിങ് എങ്ങനെ, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് വണ്ടി ഇത് എടുക്കണമെങ്കിൽ തന്നെ എന്നെ കോൺടാക്ട് ചെയ്യാം. മെയിൽ ID ഞാൻ കൊടുത്തേക്കും. ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഉണ്ട്. നോക്കാം. അത് മെയിൽ അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ തരാം. പിന്നെ കാര്യങ്ങളെല്ലാം ഭംഗിയായി തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത് ഇനി വണ്ടി എടുക്കുന്ന ചടങ്ങാണ്. അതിനുവേണ്ടി കുറച്ച് പേപ്പർ വർക്കുണ്ട്. അതിനുള്ള താമസമാണ്. പേപ്പർ വർക്ക് കഴിഞ്ഞിട്ട് ഡെലിവറി ചെയ്യും. വരൂ, മോനെ എടുക്കൂ. അപ്പോൾ നിങ്ങളെല്ലാവരും വാ കേട്ടോ. ഇങ്ങനെ എടുത്തോ. കൃഷ്ണ ഇങ്ങനെ എടുത്തോ. അല്ല കൃഷ്ണ അതിലിട്. ഇതിൽ ആ പുള്ളിനെ കൊടുക്കും. ഓക്കെ, ഇങ്ങനെ എടുത്തോ. ഇങ്ങനെ ഇങ്ങോട്ടെ സ്ട്രെയിറ്റ് ആയിട്ട്. ഓക്കെ,
KGF സ്റ്റൈല് ബാഹുബലി പറ്റൂല. KGF ആണോ? ഒരു മിനിറ്റ് ഒന്നില്ലേ. എപ്പോഴും ഒരു കാര്യമുണ്ട്, എപ്പോഴും നമ്മൾ ചാവി വാങ്ങുമ്പം ആളിനെ സന്തോഷിപ്പിക്കണം. 2000 നോട്ട് കൊണ്ടുവന്നില്ല, മനഃപൂർവ്വം കൊണ്ടുവരാത്തതാണ്. ഓക്കെ, ഇവിടെ ഇരിക്കണം. അവർക്കാ ഈ നിൽക്കുന്ന ഓരോരുത്തരും ഓരോ പ്രൊഫഷനാണ്. ഇതുകൂടെ എടുത്തോ മാന്യ പ്രേക്ഷകരെ. ഇത്രയും 3-3.5 ലക്ഷം രൂപ കൊടുത്ത് ഞാൻ വണ്ടി എടുത്തപ്പോൾ ഈ ഒരു കുറഞ്ഞ ഹെൽമറ്റ് കണ്ടല്ലോ. പിന്നെ ഈ വേറെ ഒന്നും ഇപ്പോൾ ചെയ്യേണ്ടതില്ലല്ലോ, ഇനി ഫസ്റ്റ് സർവീസിനല്ലേ ഉള്ളതല്ലേ ഉള്ളൂ. 300 കിലോമീറ്റർ ചെയിൻ ഒന്ന് എവിടെയെങ്കിലും കൊടുത്ത് ലൂപ്പ് ചെയ്താൽ അത് തന്നെ, അത് നിങ്ങൾ അവിടെ തന്നെ കൊണ്ടുവരാം. അത് തന്നെ 300 കിലോമീറ്റർ 1000 കിലോമീറ്ററിലാണ് സർവീസ്. അപ്പോൾ അതിന് മുന്നേ സാർ ഇപ്പോൾ 300 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ഓരോ 300 കിലോമീറ്റർ എനിക്ക് തന്നെ ലൂപ്പ് ചെയ്യാൻ പോകും. വാഷ് ചെയ്യാൻ കൊടുത്തിട്ട് അവന്മാർക്ക് ലൂപ്പ് ചെയ്യല്ലേ, വാഷിംഗ് ഇതുപോലത്തെ വാഷിംഗ് ആണെന്നുണ്ടെങ്കിൽ അവന്മാർ അടിച്ചു ലൂപ്പ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. ശരി, ഇനി ഈ വീഡിയോ ഇവിടെ തീരെയാണ്. കാര്യം ഇനി അങ്ങോട്ട് വണ്ടി ഓടിച്ച് പോകുമ്പോൾ വീഡിയോ എടുക്കുന്നില്ല. അപ്പോൾ വണ്ടി എടുത്തതിൻ്റെ കാര്യങ്ങൾ ഇനി ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ നിങ്ങൾക്ക് തരാം. സർവീസിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്വരാജ് ഷാ കഴക്കൂട്ടൻ ജാവയുടെ ഷോറൂം ഇവിടെ വരിക. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പുകളും അവർ ചെയ്യും. കളിയടിച്ചെന്നേ ഉള്ളൂ, നല്ല രീതിയിൽ നല്ല സപ്പോർട്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്തു. പ്രത്യേകിച്ച് സ്വരാജ് എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു. വണ്ടി നല്ല രീതിയിൽ നല്ല ഡീലിംഗ് ആയിരുന്നു. അപ്പോൾ ഓക്കെ സ്വരാജ്, ശരി. തെറ്റിപ്പോയി, ജാവയിൽ വന്ന് വിട്ടതാണ് പുള്ളി. ഇതല്ല, അടുത്ത തവണ ഹംസധ്വനിയിലൊന്ന് പിടിക്കാം. ഓക്കെ, ശരി. കൃഷ്ണ നേരെ ലുലുലുവാ സെക്കൻഡ് ഫ്ലോറിൽ.